blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങളാൽ കുത്തി നിറയ്ക്കുന്ന ഒരു എപ്പിസോഡാക്കി, അതുപോലെ ഒരു ദിവസവുമാക്കി മാറ്റട്ടെ എന്നുള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 വെൽവിഷേഴ്സാണ്. നമുക്ക് ചേർന്ന് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നാമത്തെ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ നല്ല ഒരു ജോലി വിദേശ രാജ്യത്ത് ലഭിക്കുവാനും വിവാഹം നടക്കുവാനും ആഗ്രഹിക്കുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, കുടുംബാംഗങ്ങൾ മുഴുവൻ സകലവിധ അനുഗ്രഹങ്ങളാലും നിറയുവാനായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ വലിയ അനുഗ്രഹം അവരുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വെൽവിഷർക്കായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻഡ് കർത്താവ് തെറ്റായ ബന്ധങ്ങൾ വിട്ട് കുടുംബത്തിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഒന്നാമത്തെ മകൻ, മൂത്ത മകൻ കർത്താവെ ഒരു കോർട്ട് കേസിൽ പെട്ട് കിടക്കുന്നല്ലോ, അതിൽ നിന്ന് പുറത്തു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകന് പ്രമോഷൻ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു റിസൾട്ട് ഉണ്ടാകേണ്ടതിന് പഠനത്തിൽ കർത്താവെ തന്നെ അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഇവരെല്ലാം ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ധാരാളമായ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ഓൾ റൈറ്റ്, ഇനി നമുക്ക് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പോകാം. ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ച സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. നോട്ട്ബുക്ക് എടുക്കുക, ഇന്നലെ എഴുതിയ ഭാഗങ്ങളൊന്ന് മറിച്ച് നോക്കുക. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കത്തെഴുതുമ്പോൾ, കൊലോസ്യർക്ക് കത്തെഴുതുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന 2 ഭാഗങ്ങൾ. ഒന്ന് യേശുവുമായുള്ള വ്യക്തിപരമായ നമ്മുടെ ആ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വശം, മറുവശത്ത് പുറത്ത് കാണുന്ന ആത്മീയ ജീവിതം. പലരുടെയും ജീവിതത്തിൽ പുറത്ത് കാണുന്ന ആത്മീയ ജീവിതം ഭയങ്കരമായി തോന്നുമെങ്കിൽ അകത്തൊരുപക്ഷെ ഒന്നും കാണില്ല. തൊട്ടവാടികളെ പോലെ എല്ലാം തളർന്ന് തകർന്ന് ഒക്കെ പോകുന്ന ഒരവസ്ഥയിലായിരിക്കാം. എന്നാൽ പൗലോസ് ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഒരുപോലെ നല്ല രീതിയിലാക്കേണ്ടതിനുള്ള ഇൻസ്ട്രക്ഷൻസാണ് പറയുന്നത്. ഇത് നമുക്ക് ഏവർക്കും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് പോയി ഈ സന്ദേശം കേട്ട് മടങ്ങി വന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്യാം. Ephesians chapter 6 and verse number 18 says, എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം പറയുകയാണ്, and pray in the Spirit on all occasions with all kinds of prayers and requests. With this in mind, be alert and always keep on praying for all the saints. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് സമയവും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവേൻ. Again, Paul is the author and he says pray in the Spirit. ഈ എഫേസ്യ ലേഖനത്തിന്റെയും കർത്താവ് എന്നുള്ളത് പൗലോസാണ്. അതുകൊണ്ട് പൗലോസ് വീണ്ടും അവിടെ പറയുകയാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും
പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. So many believers, they pray in the flesh. ഒത്തിരി വിശ്വാസികളും ജഡത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. I want this, I want this, I want this. ഓ എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് When തരണം. you pray in the spirit, എന്നാൽ നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ you pray prayers that can please the Lord. ആ പ്രാർത്ഥനകൾ നിങ്ങളുടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനകളായിരിക്കും. Hallelujah. ഹല്ലേലൂയ. Always keep a praying heart. എല്ലായ്പ്പോഴും പ്രാർത്ഥനയുടെ ഒരു ഹൃദയം സൂക്ഷിക്കാൻ പഠിക്കണം. And Paul says, pray in the spirit on all occasions with all kinds of prayers and requests. അവിടെ പൗലോസ് എഴുതുകയാണ്, ഏത് സമയത്തും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് സമയവും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. All occasions means negative occasions and positive occasions. ഏത് സമയത്തും പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതൊരു പക്ഷേ നല്ല കാലത്താകാം, നല്ലതല്ലാത്ത കാലത്താകാം. Then with all kinds of prayers. അവിടെ പിന്നെ എഴുതുകയാണ് സകല പ്രാർത്ഥനയാലും. Meaning there are different kinds of prayers. അതിന്റെ അർത്ഥം എന്താണ്? പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. Hallelujah. Hallelujah. We should grow in prayer. നമ്മൾ പ്രാർത്ഥനയിൽ വളരേണ്ടവരാണ്. When we come to Christ, we are spiritual babes. നാം ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മൾ ആത്മീകമായി ശിശുക്കളാണ്. A child, a babe, always depend on others. ഒരു കുട്ടി, ഒരു ശിശു എന്നുള്ളത് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. A baby cannot do anything by itself. ഒരു ശിശുവിന് ഒരിക്കലും തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധ്യമല്ല. But as the baby grows, എന്നാൽ ഒരു കുഞ്ഞു വളരുമ്പോൾ the baby will eat by himself or herself. അവനോ അവളോ തന്നെത്താനെ ഭക്ഷണം കഴിക്കാൻ Then തുടങ്ങും. still when he grows or she grows, she can take bath by herself. പിന്നെ വളരുമ്പോൾ തനിയെ കുളിക്കാൻ അവർ തുടങ്ങും. The baby will give away all the childish ways and will grow into the fullness. ആ കുഞ്ഞു വളരുമ്പോൾ ആ ശിശു സഹജമായ അവന്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് മുതിർന്നവരുടെ സ്വഭാവത്തിലേക്ക് മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങും. In the same way we should grow. അതുപോലെ തന്നെ ക്രിസ്തുവിൽ നാമും വളരേണ്ടവരാണ്. Tell your neighbor, grow in the spirit. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ആത്മാവിൽ വളരുക പറഞ്ഞാലും. Grow in salvation. രക്ഷയിൽ വളരുക പറഞ്ഞാലും. Grow in prayer. പ്രാർത്ഥനയിൽ വളരുക പറഞ്ഞാലും. Acts chapter 2 and verse number 42 says, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വചനം പറയുകയാണ്, they devoted themselves to prayer. അവിടെ നാം കാണുന്ന അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കി. Hallelujah. ഹല്ലേലൂയ. So that is what is Paul saying first. Then he says, be watchful in prayer. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. Meaning keep vigil in prayer. അതിന്റെ അർത്ഥം ഇതാണ്, പ്രാർത്ഥനയുടെ കാര്യത്തിൽ ജാഗരൂകരായിരിപ്പീൻ. Be watchful in prayer means just like a watchman watches throughout the night and guarding the household or that company. We have to be on God. We have to be watchful. We have to be watchmen in the kingdom. ഓർക്കുക, ജാഗരൂകരായിരിപ്പീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, ഒരു വീടിന്റെയോ ഒരു കമ്പനിയുടെയോ ഒരു കാവൽക്കാരൻ രാത്രി മുഴുവൻ ആ വീടിനെ നോക്കി കാവൽ കിടക്കുന്നത് പോലെ, കണ്ണിമയ്ക്കാതെ ആ വീടിനെ പരിപാലിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ ദൈവരാജ്യത്തെ, ദൈവസഭയെ, ദൈവികമായ കാര്യങ്ങളെ പ്രാർത്ഥനയിൽ നാം കാവൽ നിൽക്കണം. Hallelujah. Hallelujah. Soldiers are on guard on the borders of India to keep the nation from enemies' attacks. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ ഭടന്മാർ ഇന്ത്യയുടെ അതിർത്തികളിൽ കാവൽ നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനായി. They are carrying weapons. അവർ അവിടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നമുക്ക് കാവൽ നിൽക്കുകയാണ്. Paul says you have to put on the whole armor of God and you have to be vigilant in prayer. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സർവായുധ വർഗം ധരിച്ചുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന, ജാഗരൂകരായി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായി നാം ഓരോരുത്തരും മാറേണ്ടതായിട്ടുണ്ട്. Matthew 26 and verse number 41 says, watch and pray so that you will not fall into temptation.
temptation, the spirit is willing, but the body is weak. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. Jesus was speaking to his disciples in the garden of Gethsemane. യേശു കർത്താവ് ഗെത്സെമനെ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. All of them, including the disciples and Jesus, all of them were tired physically. ഇപ്പോൾ നോക്കുക, യേശുവും അതുപോലെ ശിഷ്യന്മാരും എല്ലാവരും ശാരീരികപരമായി വളരെ തളർന്നിരിക്കുകയാണ്. All the disciples slept, but Jesus was watchful, awake in prayer. എല്ലാ ശിഷ്യന്മാരും ഉറങ്ങി, പക്ഷേ യേശു മാത്രം ഉണർന്നിരുന്നു പ്രാർത്ഥിച്ചു. Hallelujah. ഹല്ലേലൂയ. The spirit is willing, but the body is weak. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവ് സന്നദ്ധമാണ്, ഒരുക്കമുള്ളതാണ്, എന്നാൽ ശരീരം ദുർബലമാണ്. Hallelujah. ഹല്ലേലൂയ. Luke chapter 21:34-36 says, "Be careful, or your hearts will be weighed down with dissipation, drunkenness, and the anxieties of life. That day will close on you unexpectedly like a trap." അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിന്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും ആൾനാൾ ഒരു കണി പോലെ നിങ്ങളുടെ മേൽ വരികയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. 35, "For it will come upon all those who live on the face of the whole earth." 35-ാമത്തെ വചനം: അത് ഭൂതലത്തിൽ ജീവിക്കുന്ന സകലരുടെയും മേൽ വരും. But 36, "Be always on the watch and pray that you may be able to escape all that is about to happen, that you may be able to stand before the Son of Man." 36-ാമത്തെ വചനത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഇവയെല്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടുവാനും മനുഷ്യപുത്രത്തിന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ജാഗ്രതയുള്ളവരായിരിപ്പീൻ. So we have to be watchful in prayer. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നാം എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. If you are a prayerless believer, you are a weak believer. നിങ്ങൾ പ്രാർത്ഥനയില്ലാത്തൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ബലഹീനനായ ഒരു വിശ്വാസിയായിരിക്കും. If you are a praying believer, you are a strong believer. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിലോ നിങ്ങൾ ശക്തിമാനായ ശക്തിമത്തായ ഒരു വിശ്വാസിയായിരിക്കും. Hallelujah. ഹല്ലേലൂയ. Now, then he says, "Be thankful in prayer." അതിനുശേഷം പൗലോസ് പറയുകയാണ്, പ്രാർത്ഥനയിൽ നന്ദിയുള്ളവരായിരിപ്പീൻ. Paul was in prison. പൗലോസ് ഇപ്പോൾ ജയിലിനകത്താണ്. But from the dungeon, from the prison, he was thanking God for all churches. എന്നാൽ ആ ജയിലിൽ കിടന്നുകൊണ്ട് സകല സഭയ്ക്കും വേണ്ടി അവൻ സ്തോത്രം ചെയ്യുകയാണ്. He didn't say, "God, I don't have any bed. അവനല്ലാതെ ജയിലിൽ കിടന്നുകൊണ്ട് എനിക്കൊരു കിടക്കയില്ലല്ലോ, I don't have any bathroom. എനിക്കിവിടെ ഒരു ബാത്റൂം ഇല്ലല്ലോ, I don't have a shaving set. എനിക്കിവിടെ ഒരു ഷേവിംഗ് സെറ്റ് ഇല്ലല്ലോ, I don't have a good plate to eat my food." നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണമോ പ്ലേറ്റ് ഒന്നും എനിക്ക് ഇതിനകത്തില്ലല്ലോ. But instead he thanked the Lord for all the churches. അതൊന്നും പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരുന്നില്ല, മറിച്ച് പ്രാർത്ഥനയിൽ മറ്റ് സഭകൾക്ക് വേണ്ടി അവൻ സ്തോത്രം പറഞ്ഞു, അവൻ നന്ദി കരേറ്റിക്കൊണ്ടിരുന്നു. He also thanked the Lord for all the grace he had received from God. ആ ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിച്ചെടുത്ത ദൈവ കൃപയ്ക്കായി അവൻ നന്ദി കരേറ്റാൻ തുടങ്ങി. 1 Corinthians chapter 15 verse number 10 says, "But by the grace of God I am what I am, and by his grace, and his grace to me was not without effect. No, I worked harder than all of them, yet not I, but the grace of God that was with me." 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം പറയുകയാണ്, എന്നാൽ ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. ജനം ചേർന്നൊരു ആമേൻ പറയാമോ? എന്നോടുള്ള അവിടുത്തെ കൃപ നിഷ്ഫലമായില്ല, ഞാൻ അവരെക്കാൾ എല്ലാം അധികം അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. Many of us are praying, but we don't have a thankful heart. നമ്മൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ നന്ദിയുള്ള ഹൃദയമില്ലാത്തവരാണ്. Psalm 103 says, "Forget not his benefits." 103-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വചനം പറയുകയാണ്, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. Hello. ഹലോ, Can I share with you some experience? ചില പ്രത്യേക അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. Many years back,
maybe in 1994, when we were having a small prayer group. 94-ൽ നമുക്കൊരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് there was a particular family who came to this little fellowship. ഒരു പ്രത്യേക ഒരു കുടുംബം നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് അവർ കടന്നു വന്നു. Not here. ഇവിടെയല്ല, അന്നുണ്ടായിരുന്ന another part. മറ്റൊരു ഭാഗത്ത് നടന്ന നമ്മുടെ മീറ്റിംഗിൽ. One Sunday the service was going on. ഒരു ഞായറാഴ്ച നമ്മുടെ ഈ സർവീസ് നടക്കുന്ന സമയമായിരുന്നു. The head of the family stood up. അന്നത്തെ കുടുംബനാഥൻ എഴുന്നേറ്റ് നിന്നു. That was the testimony time. അത് ഒരു സാക്ഷ്യത്തിന്റെ സമയമായിരുന്നു. And in a loud voice he cried. ഒരു വലിയ ഉയർന്ന ശബ്ദത്തിൽ അയാൾ കരയാൻ തുടങ്ങി. And he said, for so many years I am in faith, I am in the Lord, but all these years God has not done any good thing to me. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ ഒത്തിരി വർഷങ്ങളായി ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇത്രയും വർഷത്തിനിടയിൽ ദൈവം എനിക്ക് ഒരു നന്മ പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. God has not done any good thing for me. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. He started crying. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് വലിയ വായിൽ കരയാൻ തുടങ്ങി. I felt very bad. എനിക്കത് കണ്ടപ്പോൾ വളരെ He said സങ്കടം it തോന്നി. publicly. അദ്ദേഹം പരസ്യമായിട്ടാണ് He did not സംസാരിക്കുന്നത്. honor God. അവൻ ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ടല്ല അത് സംസാരിച്ചത്. But he thought he had enough reasons to speak that. എന്നാൽ അദ്ദേഹം ചിന്തിച്ചത് ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ള ഒത്തിരി കാരണം തനിക്കുണ്ടെന്നാണ്. He was coming to fellowship not in our church but somewhere else, but he complained when he was running a textile showroom and that caught fire and everything was damaged. എന്താ അദ്ദേഹം നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളല്ലായിരുന്നു, മറ്റൊരു കൂട്ടായ്മയിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ ഷോറൂം നടത്തുകയാണ്. അതിനകത്ത് ചില കേസുകൾ മറ്റു കാര്യങ്ങൾ എല്ലാം കത്തിപ്പോയത് കൊണ്ട് ചില പ്രശ്നങ്ങൾ വന്നു നിമിത്തമായിട്ടാണ് അദ്ദേഹം അതെല്ലാം പറഞ്ഞത്. He was in debt. അദ്ദേഹം ഇപ്പോൾ കടത്തിലാണ്. Not only that, his one brother and two sisters were still unmarried. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ, രണ്ട് സഹോദരിമാര് ഇപ്പോഴും വിവാഹം കഴിക്കാത്തവരായി നിൽക്കുകയാണ്. No marriage was taking place in that family. ആ കുടുംബത്തിനകത്ത് വിവാഹം നടക്കുന്നേയില്ല. He said God is not doing any good thing to me. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം ഒരിക്കലും ഒരു നന്മയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. You know what happened after the meeting? I called the man. ഞാൻ എന്താ സംഭവിച്ചെന്നറിയുമോ? മീറ്റിംഗിന് ശേഷം ഞാൻ ആ വ്യക്തിയെ മുന്നോട്ട് വിളിച്ചു. I told him never speak like that anymore. എന്നിട്ട് ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി ഒരിക്കലും ഇതുപോലെ പറഞ്ഞു പോകരുത്. I am going to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. In those days we had a Saturday fellowship. ആ സമയത്ത് നമുക്ക് ഒരു ശനിയാഴ്ച ദിവസത്തെ കൂട്ടായ്മയുള്ള സമയമായിരുന്നു. Every Saturday without fail we gathered in one place and started praying. Only prayer. Saturday only prayer. Sunday worship. അന്നത്തെ സമയത്ത് സാറ്റർഡേകളിൽ ശനിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എവിടെയാണെങ്കിലും എല്ലാവരും വന്നു കൂടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. And we had a notebook, and in the notebook I would collect all the prayer requests from people. അന്ന് ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. ആ നോട്ട്ബുക്കിൽ ജനങ്ങൾക്കുള്ള പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് ഞാൻ എഴുതി വെക്കുമായിരുന്നു. I would write the prayer request, the date of beginning the prayer and the result and its date. ഞാൻ ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങിയ ഡേറ്റ്, പ്രാർത്ഥനാ വിഷയം, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ഡേറ്റ് എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. I would announce one prayer request and all the people would clap and pray in tongues and pray with understanding. ആ സമയത്ത് ഞാനൊരു പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ എല്ലാവരും കൈകളടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കും, പിന്നീട് ഉറക്കെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. 10 to 1 only prayer. ആ സമയത്ത് 10 മുതൽ 1 മണി വരെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. And we started praying for this family. ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ അന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Along with every prayer we would thank the Lord. We would say stotram 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 Lord for all the wonderful things you have done in the past. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കർത്താവേ നീ അത്ഭുതങ്ങൾ ചെയ്തതിനായി വിടുതലുകൾ നടത്തിയതിനായി സ്തോത്രം സ്തോത്രം നന്ദി 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 എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി കരയേറ്റാൻ തുടങ്ങി. Do you know what happened? എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? Within a matter of 3 months all of them got married. എന്താ സംഭവിച്ച? 3 മാസത്തിനുള്ളിൽ ആ വിവാഹം കഴിയാത്ത 3 പേരുടെ വിവാഹം നടന്നു. What brought the result? എന്താണ് ഈ ഉത്തരത്തെ, ഈ മറുപടി കൊണ്ടുവന്ന കാര്യം? Be thankful in prayer. പ്രാർത്ഥനയിൽ നന്ദി കരയേറ്റാൻ നാം പഠിച്ചിരിക്കണം. Never pray with a complaining murmuring heart. ഒരിക്കലും പ്രാർത്ഥിക്കുമ്പോൾ പിറുപിറുക്കുന്ന മുറുമുറുക്കുന്ന ആളുകളായി പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്.
have a thankful heart and pray. എല്ലായ്പ്പോഴും നന്ദി കരേറ്റുന്ന സ്തോത്രം കരേറ്റുന്ന ഹൃദയവുമായിട്ട് പ്രാർത്ഥിക്കുക. That will work wonders in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. You can test it, experiment it for yourself in ഇത് your life. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Never be complaining believer. ഒരിക്കലും കംപ്ലൈന്റ് ഉള്ള വിശ്വാസികളായിട്ട് പരാതിക്കാരായ വിശ്വാസികളായി മാറരുത്. Are you ready to thank the Lord today in prayer? ഇന്നത്തെ പ്രാർത്ഥന, ഇന്നു മുതൽ പ്രാർത്ഥനയിൽ നന്ദി ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ വിശ്വാസികളെ? ഈ സഹോദരിയുടെ പേര് ലിജി ബെന്നി എന്നാണ്. ഈ കുടുംബം ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഒരു മാസം മുമ്പാണ് ഈ സഹോദരിക്ക്, ലിജി എന്ന് പറഞ്ഞ സഹോദരിക്ക് മലേറിയ വന്നു. മലേറിയ വന്നിട്ട് അത് ഇവരുടെ കിഡ്നിയെ അഫക്റ്റഡായി. അപ്പോൾ കിഡ്നിയുടെ ക്രിയാറ്റിൻ വർദ്ധിച്ചു, കിഡ്നിയുടെ ഫങ്ഷൻസിന് സാരമായ തകരാറ് പറ്റി. ഡോക്ടർ നേരെ വെന്റിലേറ്ററിലാക്കി. അവിടെ 3 ആഴ്ച ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും കുറവുണ്ടായിരുന്നില്ല. 3 പ്രാവശ്യം അവിടെ വെച്ച് ഡയാലിസിസ് ചെയ്തു. പ്രശ്നം വന്നുകൊണ്ട് ഈ മകൾ അവിടെ നിന്നും ഇവിടെ നമ്മുടെ പ്രെയർ ലൈനിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇവിടെ നിന്നും സഹോദരിമാർ പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടം കൊണ്ട് രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ ഫർദർ ചികിത്സയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്നും ആംബുലൻസിൽ അവർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ 10 ദിവസം മുമ്പായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ സഹോദരി ICUവിൽ കൊണ്ടുപോയി 1 പ്രാവശ്യം ഡയാലിസിസ് നടത്തി. വീണ്ടും പ്രെയർ ലൈനിലേക്ക് തുടരെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അത്ഭുതമെന്നുള്ളത്, ഡോക്ടർമാർ കൈയൊഴിഞ്ഞതും ഡോക്ടർമാർ സീരിയസ് എന്ന് പറഞ്ഞതുമായ ഈ സംഭവം 7 ദിവസം കൊണ്ട് ഈ സഹോദരി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്നു. മിനിങ്ങാന്നായിരുന്നു ഈ സഹോദരി ഡിസ്ചാർജ് ചെയ്തത്. 10-ാം തീയതി ആയിരുന്നു ഡിസ്ചാർജ് ചെയ്തത്. ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ തക്കവണ്ണം യേശു കർത്താവ് തൊട്ടു. കിഡ്നിയുടെ പ്രശ്നം മാറി. ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് വേണ്ട എന്ന് പറഞ്ഞു. പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് കർത്താവ് ചെയ്തത് നിങ്ങൾക്ക്? കർത്താവിന് അസുഖം വന്ന് അവിടെ നിന്ന് ഇറങ്ങണവരെയും ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിന് തിരുരത്വം എൻ്റെ മേൽ പതിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രയർ ടവറിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അത്ഭുതമായി രക്ഷപ്പെട്ടു, സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവിന്റെ സൗഖ്യം അവരുടെ മേൽ അയച്ചതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ, 100 കണക്കിന് എപ്പിസോഡുകളിൽ ആയിരങ്ങളെ യേശു കർത്താവ് തൊടുകയും വിവിധ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളൊക്കെ നൽകി അനുഗ്രഹിച്ചു. ആൻഡ് ഐ ബിലീവ് ദിസ് ഈസ് യുവർ ടേൺ. ഇന്ന് നിങ്ങൾക്കും വിടുതലുകൾ പ്രാപിക്കാം. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ഓരോ വ്യക്തികളിലേക്ക് ദൈവിക സ്പർശനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ഒക്കെ വന്നു ചേരട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കൂടെ വിട്ടുമാറാതെ പനി വന്നുകൊണ്ടിരിക്കുന്നു. അതെന്തിൻ്റെയൊക്കെയോ ഒരു ലക്ഷണമാണ്. ഭയന്നിരിക്കുന്നൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തി സ്വതന്ത്രമാകട്ടെ. അതുപോലെ വൻകുടലിലും ചെറുകുടലിലും രോഗം ബാധിച്ചിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഫിസ്റ്റുല, ഫിഷർ അങ്ങനെയുള്ള രോഗങ്ങളിപ്പോൾ സൗഖ്യമാകുന്നു. വളരെ അത് മുഖാന്തരം പ്രയാസപ്പെടുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെയുള്ള പ്രയാസം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, കിഡ്നിയെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഈ പ്രാർത്ഥന നടക്കുമ്പോൾ വിവിധ രോഗങ്ങളിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന, ദുഃഖിക്കുന്ന, കരയുന്ന, വ്യസനിക്കുന്നവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ അലർജികളും ക്യാൻസറുകളും സൗഖ്യമാകട്ടെ.
കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. അവരനുഗ്രഹിക്കുന്നതിനായി നന്ദി. കർത്താവെ, സാമ്പത്തിക വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവർ, അവരെല്ലാം അങ്ങ് തൊട്ട് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ ഒരിക്കൽ കൂടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ധാരാളമായ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ തുടർന്നും ചൊരിയട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളാണ്. മൈ പ്രയർ ഡയറി, അതിൻ്റെ മലയാളത്തിൻ്റെ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് എഡിഷൻ്റെ പ്രത്യേകത, ബൈബിൾ തുറന്ന് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വചനങ്ങൾ എടുത്തു നോക്കാതെ തന്നെ അതിൽ തന്നെ ഓരോ പ്രാർത്ഥനയിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വചനങ്ങൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ അവസാനത്തെ ഭാഗങ്ങൾ നോക്കിയാൽ ഓരോ പ്രാർത്ഥനയുടെയും ചുവട്ടിലായി കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗം അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സമയം ലാഭിക്കാൻ സാധിക്കും. അതുപോലെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആശിഷമാരി എന്നുള്ള ഈ സന്ദേശങ്ങളുടെ, ബ്ലെസ്സിങ് ടുഡേ സന്ദേശങ്ങളുടെ സാഹിത്യ ആവിഷ്കാരം, ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങി കൂടുതൽ അനുഗ്രഹിക്കപ്പെടാം. നാളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.